വാശി നല്ലതാണ്. നാം കുഞ്ഞുങ്ങളോട് എപ്പോഴും പറയാറുള്ളതും വാശി കാണിക്കാനാണ്. വാശിയോടെ പഠിക്കണം. നല്ല സ്വഭാവങ്ങൾ വളർത്തിയെടുക്കാൻ വാശി കാണിക്കണം. നല്ല ജോലി, നല്ല വീട്, നല്ല കുടുംബം, അങ്ങനെ എല്ലാത്തിനും വേണം വാശി. പക്ഷെ വാശി പിടിവാശിയായാലോ? ചെറിയ കുട്ടികളുള്ള മാതാപിതാക്കൾ പലപ്പോഴും നേരിടേണ്ടി വരുന്ന വലിയൊരു പ്രശ്നമാണിത്. കുഞ്ഞുങ്ങളിൽ, പ്രത്യേകിച്ചും 1നും 4നും ഇടയിൽ പ്രായമുള്ള കുഞ്ഞുങ്ങളിലാണ് ഈ സ്വഭാവം കൂടുതലായി കണ്ടുവരുന്നത്. കുട്ടി ഒരു കാര്യം ആവശ്യപ്പെടുന്നു. അത് കിട്ടാതെ വരുമ്പോൾ അവൻ ആകെ ബഹളം വെക്കുന്നു. നിലത്ത് കിടന്നുരുണ്ട്, തല ചുമലിൽ അടിച്ച്, കിട്ടുന്നതെല്ലാം വലിച്ചെറിഞ്ഞ്, മൂത്ത കുട്ടിയെ കടിച്ച്, അമ്മയെ അടിച്ച്, വീട്ടിലുള്ളവരെ ഉപദ്രവിച്ച്, അങ്ങനെ മൊത്തം ബഹളമായിരിക്കും. ഇത്തിരി കൂടി മുതിർന്ന കുട്ടികളാണെങ്കിലോ ഭക്ഷണം കഴിക്കില്ല, പഠിക്കില്ല, ആരോടും മിണ്ടില്ല. ചിലരാവട്ടെ എല്ലാവരോടും വഴക്കിടും. മറ്റു ചിലർ വാശി പിടിച്ച് കതകടച്ചിരിക്കും. കുട്ടികൾ വാശി കാണിക്കുമ്പോൾ അതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ ചില പൊടിക്കൈകളുണ്ട്. വാശി പിടിച്ച് കരയുന്ന സമയത്ത് അവരെ മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നതാണ് അതിലേറ്റവും പ്രധാനം. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ കൊഞ്ചിക്കുക, ലാളിക്കുക, കളിപ്പിക്കുക, അവരെ എടുത്ത് പുറം കാഴ്ചകൾ കാണിച്ചു കൊടുക്കുക. അമ്മയും അച്ഛനും കളിക്കാനും കൂട്ടുകൂടാനും ഉണ്ടെങ്കിൽ വാശി പിടിച്ചത് എന്തിനാണെന്ന് പോലും അവർ മറക്കും. ഇനി ഇത്തിരി കൂടി മുതിർന്നവരാണെങ്കിൽ അവർക്ക് താല്പര്യമുള്ള മറ്റു വിഷയങ്ങൾ, പെയിന്റിങ്, വേറെ കളികൾ, കഥകൾ, ഇങ്ങനെ അവർക്കൊപ്പം അവരുടെ കൂടെ അവരുടെ പ്രായത്തിലേക്ക് നമ്മളും മടങ്ങുക. ഇത് പല പ്രാവശ്യം ശീലിക്കുമ്പോൾ അവരിലെ വാശി കുറഞ്ഞു വരും. കുട്ടി വാശി പിടിക്കുമ്പോൾ മാതാപിതാക്കൾ സ്നേഹത്തോടെ അവരോട് പെരുമാറണം. സ്നേഹത്തെ തോൽപ്പിക്കാൻ ഒരു വാശിക്കുമാവില്ല. കോപം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ് ഇതിനെ നേരിടേണ്ടത്. ഇനി വാശി പിടിക്കുന്ന കാര്യം ഇപ്പോൾ അവർക്ക് ആവശ്യമുണ്ടോ? ആവശ്യമുള്ളതാണെങ്കിൽ തന്നെ അത് സാധിപ്പിച്ചു കൊടുക്കുവാനുള്ള അവസ്ഥ നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. എല്ലാ വാശികളും സാധിപ്പിച്ചു കൊടുക്കരുത്. പറ്റില്ലെങ്കിൽ നോ പറയുക തന്നെ വേണം. കുട്ടികൾ വാശി പിടിച്ച് കരയുമ്പോൾ അവരെ അവോയ്ഡ് ചെയ്യരുത്. ദൂരെ മാറി നിന്ന് അവരെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കാണോ അവർ വാശി പിടിച്ചു കരയുന്നത് എന്ന് നമ്മൾ അറിയണം. കുട്ടികളിൽ വല്ല മാനസിക പിരിമുറുക്കവുമുണ്ടോ? സ്കൂളിൽ പോകാൻ മടിയുണ്ടോ? പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ലേ എന്നെല്ലാം നമ്മൾ അന്വേഷിച്ചുറപ്പു വരുത്തണം. ഇനി മാതാപിതാക്കളുടെ സ്നേഹവും ശ്രദ്ധയും കിട്ടാൻ വേണ്ടിയും കുഞ്ഞുങ്ങൾ വാശി പിടിച്ച് കരയും. വീട്ടിൽ ഒരു കുഞ്ഞുകൂടി ഉണ്ടാവുമ്പോൾ മൂത്ത കുട്ടി ചിലപ്പോൾ വാശിക്കാരിയാവാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളുടെ മുമ്പിൽ വെച്ച് മാതാപിതാക്കൾ വഴക്ക് കൂടുകയോ അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്യരുത്. വാശിയുള്ള, പിടിവാശിയില്ലാത്ത കുട്ടികളായി മക്കളെ വളർത്തുക.